നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി അയോധ്യയിൽ ആവേശമായി മോദിയുടെ റോഡ് ഷോ. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിക്കും. സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ KPCC. കെ സുധാകരൻ കേരള പര്യടനം നടത്തും. ദീപാദാസ് മുൻഷിയെ കണ്ട AI ഗ്രൂപ്പുകൾ. പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം. ഏറ്റെടുത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയെന്ന ദീപാദാസ് മുൻഷി ന്യൂസ് 18നോട്. ഗവർണർക്കെതിരെ അതിരൂക്ഷ പരാമർശങ്ങളുമായി P. ജയരാജൻ. കാര്യങ്ങൾ പറയും. അതിങ്ങനെ മനസ്സിൽ വെച്ച് വിഷം ചീറ്റി ഒരു മൂർഖം പാമ്പിനെ പോലെ നടക്കുന്നത് ഒരു ഗവർണർക്ക് ഭൂഷണമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖം തിരിച്ചു നിന്നത് തരം താണ നടപടി. ഇന്ത്യയുടെ ഒരു വികാസം പ്രാപിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഗവർണറെ തിരികെ വിളിക്കണമെന്നും EP. കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ ചൊല്ലി വിവാദം. വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന് സംഘാടകർ. കത്തിക്കാൻ അനുവദിക്കില്ലെന്ന് സബ് കളക്ടർ. വയനാട് മുണ്ടക്കൈയിൽ പുലി. പോത്തിനെ ആക്രമിച്ചു കൊന്നു. നീർവാരത്ത് പുള്ളിപ്പുലി അവശ്യനിലയിൽ. കോയമ്പത്തൂരിൽ കൂട്ടം തെറ്റിയ കുട്ടിയാനയെ അമ്മയുടെ അടുത്തെത്തിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട വൈകുന്നേരം തുറക്കും. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലെ വാഹനാപകടത്തിൽ 5 ശബരിമല തീർത്ഥാടകർക്ക് ദാരുണാന്ത്യം. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി അയോധ്യയിൽ. അയോധ്യ വിമാനത്താവളത്തിന്റെയും അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. അയോധ്യയിലേക്കുള്ള പുതിയ റോഡുകളുടെ ഉദ്ഘാടനവും അയോധ്യ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനവും നടത്തും. 15,000 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും തുടക്കമിടും. कैसे अत्याधुनिक तकनीक का इस्तेमाल करते हुए इस नए टर्मिनल को बिल्कुल ग्रीन टर्मिनल के तौर पर विकसित किया गया है. कई सारे फेजेस में इसको और स्पेस का यूटिलाइजेशन बहुत ही जबरदस्त, क्योंकि जगह പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആവേശകരമായിരുന്നു. വലിയ ആഘോഷത്തിലാണ് പ്രധാനമന്ത്രിയെ അയോധ്യ സ്വീകരിച്ചത്. ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അയോധ്യ വിമാനത്താവളത്തിന്റെയും മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ആദ്യം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ്. അവിടെ അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ
ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുകയാണ്. ഇന്ന് മറ്റ് റെയിൽ പദ്ധതികൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് ട്രെയിനുകളും 2 അമൃത് ഭാരത് ട്രെയിനുകളും ഇന്ന് നാടിന് ജനങ്ങൾക്ക് സമർപ്പിക്കും. റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അതിനു മുൻപ് വലിയ റോഡ് ഷോ, ആവേശകരമായ റോഡ് ഷോ അയോധ്യയിൽ ഉണ്ടായിരുന്നു. റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. വിപുലമായ സംവിധാനങ്ങളോടെയാണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ ഒരുക്കിയിട്ടുള്ളത്. MG രേണുക ചേരുന്നു. രേണുക, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് റോഡ് ഷോ അവസാനിച്ചത്? ഇപ്പോൾ മോദി എവിടെയാണുള്ളത്? അശ്വതി, ആദ്യ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. പ്രധാനമന്ത്രി അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഏറെ സൗകര്യങ്ങളോട് കൂടിയാണ് അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചിരിക്കുന്നത്. അവിടെ അത്യാധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ആദ്യം ഉദ്ഘാടന ചടങ്ങിന് മുൻപോടിയായി അതിന്റെ സജ്ജീകരണങ്ങൾ എന്തൊക്കെ എന്നതിന്റെ ഒരു ചെറു രൂപം അവിടെ അദ്ദേഹം അത് കാര്യങ്ങൾ ചോദിക്കുകയും അവർ വിശദീകരിച്ച് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് റെയിൽവേ സ്റ്റേഷൻ പണി കഴിപ്പിച്ചിരിക്കുന്നത്. പഴയ റെയിൽവേ സ്റ്റേഷൻ രൂപം മാറ്റി കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടാണ് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ, ലോകോത്തര നിലവാരത്തിലാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രതിവർഷം ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അവർക്ക് ഉന്നത നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആവിഷ്കരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. വലിയ സൗകര്യങ്ങൾ അവിടെ തീർത്ഥാടകരെ സംബന്ധിച്ചുണ്ട്. അവർക്ക് താമസിക്കാനുള്ള ഡോർമെട്രി സംവിധാനം ഉൾപ്പെടെ ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ലിഫ്റ്റുകൾ, എക്സ്കലേറ്ററുകൾ, ശിശു പരിപാലന കേന്ദ്രം, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ തീർത്ഥാടകർക്ക് ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനം ഉൾപ്പെടെ അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഒപ്പം പൂജാദ്രവ്യങ്ങളും മറ്റും വാങ്ങുന്നതിനും ശേഖരിക്കുന്നതിനും ഒക്കെ തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2 ട്രെയിൻ സർവീസുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് കൂടി പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നുണ്ട്. അതിൽ ഒന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഉദ്ഘാടനമാണ്. മറ്റൊന്ന് 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനമാണ്. അതിൽ വന്ദേ ഭാരത് ട്രെയിൻ, ഡൽഹി അയോധ്യ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി നിർവഹിക്കും. മറ്റ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്, മറ്റ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാകും നിർവഹിക്കുക. ഇപ്പോൾ അദ്ദേഹം അവിടെ ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിനായി എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ട്രെയിനിനുള്ളിലുള്ള യാത്രക്കാരോട് അദ്ദേഹം കുശലാന്വേഷണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി കുട്ടികളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുകയാണ്. നേരത്തെ അയോധ്യ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഗവർണർ ആനന്ദിബെൻ പട്ടേലും ഒപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് വലിയ സ്വീകരണം ഒരുക്കിയത്. അതിനുശേഷം വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി ഈ ഉദ്ഘാടനം നടക്കുന്ന അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. വളരെ ആവേശകരമായ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അയോധ്യയിൽ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം വ്യൂഹം കടന്നുപോയ 15 കിലോമീറ്റർ ദൂരം, അതിന് ആ റോഡിന് ഇരുവശവും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. 10,000 തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവർ പുഷ്പവൃഷ്ടിയോടെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഒപ്പം വിവിധ കലാരൂപങ്ങൾ, അതിന്റെ പ്രകടനവും റോഡിന് ഇരുവശവും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി വാഹനത്തിന് പുറത്തിറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. ഇപ്പോൾ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ട്രെയിനുകൾക്കുള്ളിൽ കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിനൊപ്പമുണ്ട്. അവിടെയുള്ള കുട്ടികളുമായും മറ്റുമൊക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടക്കും. അശ്വതി, രേണുക, 240 കോടി രൂപ ചെലവാണ് ഈ അയോധ്യാധാം ജംഗ്ഷൻ എന്ന പേര് മാറ്റിയ റെയിൽവേ സ്റ്റേഷന് ആയി മുടക്കിയിട്ടുള്ളത്. അത്രത്തോളം സൗകര്യങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതിലുപരി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാപനത്തിന് മുന്നോടിയായി നവീകരിച്ചു എന്ന പ്രത്യേകതയുള്ളതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിന് സമാനമായ
രൂപകൽപ്പന ഈ റെയിൽവേ സ്റ്റേഷൻ്റേതും അങ്ങനെ തന്നെയാണ് എന്നുള്ളതും വളരെ പ്രത്യേകതയല്ലേ? അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ കാണാനുണ്ട് ഒരു മ്യൂസിയം പോലെ എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും അശ്വതി, റെയിൽവേ സ്റ്റേഷൻ ആയാലും വിമാനത്താവളമായാലും അതൊക്കെ ഈ രാമക്ഷേത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് ഈ അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ പുറം കാണുമ്പോൾ തന്നെ അത് ക്ഷേത്രവുമായി വളരെ സമാനതകളുള്ള രൂപകൽപ്പനയാണ് അതിന് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നാൽ അതിൻ്റെ ഉൾഭാഗങ്ങൾ മുഴുവൻ രാമനുമായി ബന്ധപ്പെട്ട കഥകൾ, അതിൻ്റെ ചിത്രങ്ങൾ അതും ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുന്നു. അങ്ങനെ ആ രാമനെ മനസ്സിലാക്കുന്ന, രാമനെ അറിയുന്ന തരത്തിലുള്ള ചുമർ ചിത്രങ്ങളും മറ്റ് അലങ്കാരങ്ങളുമാണ് വിമാനത്താവളത്തിൽ ഉടനീളം കാണാൻ കഴിയുക. റെയിൽവേ സ്റ്റേഷന്റെ കാര്യം അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ പുറം ചട്ടയാകെ അതിനോട് സാമ്യമുള്ള തരത്തിലാണ്. നമുക്ക് ഈ റോഡ് ഷോയിൽ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോയ ഇടങ്ങളിലൊക്കെ രാമന്റെ വലിയ കട്ടൗട്ടുകളുണ്ട്, പ്രധാനമന്ത്രിയുടെ വലിയ പോസ്റ്ററുകളുണ്ട്. ഒപ്പം ഈ തടിച്ചുകൂടിയ 10,000-കണക്കിന് ജനങ്ങൾ അവർ രാമ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട്, ആ രീതിയിലുള്ള ഗീതങ്ങൾ ഉരുവിട്ടുകൊണ്ട് വലിയ പ്രാർത്ഥനയിലായിരുന്നു ആ റോഡിന് ഇരുവശവും അണിനിരുന്നത്. അങ്ങനെ രാമസൂക്തങ്ങളാൽ, മന്ത്രങ്ങളാൽ മുഖരിതമാണ് അയോധ്യ. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അന്തരീക്ഷം അയോധ്യ എന്ന ക്ഷേത്ര നഗരിയിൽ ഇന്ന് നമുക്ക് കാണാം. ഇന്ന് അവിടെ BJPയെ സംബന്ധിച്ച് അവരുടെ രാമക്ഷേത്രം മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ തുടക്കം കൂടിയാണ് പ്രധാനമന്ത്രി കുറിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു മുഖ്യ വിഷയമായി അയോധ്യ രാമക്ഷേത്രം മാറുകയാണ്. അതിന്റെ തുടക്കവും പ്രധാനമന്ത്രി കുറിക്കുകയാണ്. വലിയ രീതിയിൽ ആവേശഭരിതരാണ് BJP പ്രവർത്തകർ അവിടെ. അവർ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നു. അയോധ്യ എന്ന ക്ഷേത്ര നഗരിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് മുന്നിൽ നിന്ന് നയിച്ച പ്രധാനമന്ത്രിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് സർവീസും അമൃത് ഭാരത് പുഷ്പൽ സർവീസും മോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വന്ദേ ഭാരത് സർവീസ്, ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് സർവീസാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പാണ് അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് അത് നാടിന് സമർപ്പിച്ചത്. വിപുലമായ സൗകര്യങ്ങളുള്ള റെയിൽവേ സ്റ്റേഷൻ, 240 കോടി രൂപ മുതൽ മുടക്കിയ റെയിൽവേ സ്റ്റേഷൻ അത് നാടിന് സമർപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രേണുക, തുടരാം. ഇന്നിനി ഉള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾ, ഇനിയും വിമാനത്താവളത്തിലേക്ക് എപ്പോഴാകും പോവുക, മറ്റ് പദ്ധതികൾ എന്തൊക്കെയാണ്? തീർച്ചയായും അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചടങ്ങുകൾ, അതിലൊന്ന് അയോധ്യാധാം ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം, മറ്റൊന്ന് വിമാനത്താവള ഉദ്ഘാടനം. അതിനുശേഷമുള്ള 2 പ്രധാന പരിപാടികളാണ് ഈ പുതിയ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഉള്ളത്. അപ്പോൾ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് എക്സ്പ്രസിന്റെയും വന്ദേ ഭാരത് എക്സ്പ്രസിന്റെയും ഫ്ലാഗ് ഓഫ് ചടങ്ങുകളാണ് ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നത്. അമൃത് ഭാരത് എക്സ്പ്രസ് ഏതാണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിനോട് തന്നെ ഉള്ള അത്രയും തന്നെ സൗകര്യങ്ങളുള്ള, അതേപോലെ അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള എക്സ്പ്രസ് ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. അതിവേഗ യാത്ര അമൃത് ഭാരത് എക്സ്പ്രസ് വാഗ്ദാനം ചെയ്യുന്നു. 130 കിലോമീറ്റർ വേഗത്തിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുക. ആനന്ദ് വിഹാർ ദർഭംഗ റൂട്ടിലും ബംഗളൂരു മാൾഡ റൂട്ടിലുമാണ് അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ സർവീസ് നടത്തുക. 130 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. ഇത് ഏതാണ്ട് വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്നതാണ്. മറ്റ് 6 വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനാണ്. അതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുന്നു. പ്രധാനപ്പെട്ട 3 ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്, ഒപ്പം ഈ 2 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്, ഒപ്പം അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങ് എന്നിവയാണ് നടത്തിയത്. പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രിക്ക് കൈവീശി കാണിച്ചുകൊണ്ട് കുട്ടികൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒക്കെ ആ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇവിടെ നിന്ന് പ്രധാനമന്ത്രി പോവുക വിമാനത്താവള ഉദ്ഘാടനത്തിനായിട്ടാണ്.
മഹർഷി വാൽമീകി അയോധ്യ ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യാധാം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ഇവിടെ നിന്ന് പ്രധാനമന്ത്രി തിരിക്കുക. അതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. നമുക്കറിയാം ഏതാണ്ട് 10 ലക്ഷം തീർത്ഥാടകർ ഒരു വർഷം എത്തും എന്ന് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരത്തിലാണ് ഈ വിമാനത്താവളം നിർമ്മാണം പണികഴിപ്പിച്ചിരിക്കുന്നത്. 2200 മീറ്റർ നീളമുള്ള റൺവേ ഈ വിമാനത്താവളത്തിന്റെ പ്രത്യേകതയാണ്. ഒരേ സമയം 4 എയർക്രാഫ്റ്റുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഈ എയർപോർട്ടിൽ ഈ എയർപോർട്ടിൽ ഉണ്ട്. ആ രീതിയിൽ വലിയ സൗകര്യങ്ങളോട് കൂടിയുള്ള എയർപോർട്ടിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 12:15 വിമാനത്താവള ഉദ്ഘാടനം ഷെഡ്യൂൾ ചെയ്തിരുന്നത് എങ്കിൽ പോലും റോഡ് ഷോ പൂർത്തിയാക്കി അദ്ദേഹം എത്തിയ സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉദ്ഘാടന ചടങ്ങുകളും വൈകുകയാണ്. അതിനുശേഷമാകും പ്രധാനമന്ത്രി ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. ഇന്ന് പ്രധാനമന്ത്രി അവിടെ എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്രം ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുന്നു. അതിന്റെ ഒരു തുടക്കം, ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒരു തുടക്കം കൂടിയാണ് ഇന്ന് അയോധ്യയിൽ പ്രധാനമന്ത്രി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനകം വിമാനത്താവള ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. അതിനായി പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടും. അശ്വതി, അയോധ്യ വന്ദേ ഭാരതിനൊപ്പം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ ഓടുന്ന 5 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും മോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. പുതിയ 4 റോഡുകളുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നുണ്ട്. 2180 കോടി രൂപ ചെലവിലാണ് രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ UP-യിൽ നടപ്പാക്കുന്ന 4600 കോടി രൂപയുടെ മറ്റ് വികസന പദ്ധതികൾക്കും കൂടി മോദി ഇന്ന് തുടക്കമിടുകയാണ്. ഇപ്പോൾ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിലേക്കാണ് ഇവരും ഉറ്റുനോക്കുന്നത്. വളരെ സൗകര്യങ്ങളോട് കൂടിയ വിമാനത്താവളം, അതിന്റെ ഉദ്ഘാടനത്തിലേക്കാണ് പോകുന്നത്. 15,700 കോടിയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കും ശിലാസ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് അയോധ്യയിൽ ഒരുക്കിയിരുന്നത്. നേരത്തെ നമ്മൾ രേണുക സൂചിപ്പിച്ചതുപോലെ റോഡ് ഷോയൊക്കെ അത്രത്തോളം ആവേശത്തിലായിരുന്നു അയോധ്യയിലെ ജനങ്ങൾ. ഇരുവശത്തും പ്രധാനമന്ത്രിയെ കാണുവാനും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുവാനും ഒക്കെയായി ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടിയത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇനി ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകുന്നത് വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിലേക്കാണ്. MG രേണുക തുടരുന്നുണ്ട്. നേരത്തെ രേണുക പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു കൂടിയുള്ള ഒരു തുടക്കം ആണ് ഇന്ന് നടക്കുന്നത് അയോധ്യയിൽ എന്ന് പറയുമ്പോൾ കൃത്യമായി എണ്ണിപ്പറയാവുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് BJP. തീർച്ചയായും അശ്വതി, 15,700 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. അതിൽ പണി പൂർത്തിയായവയുണ്ട്, ഇനി പണി തുടങ്ങാനിരിക്കുന്നവയുണ്ട്. ഇതിൽ 11,100 കോടി രൂപ നേരിട്ട് അയോധ്യ നഗരവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് ചെലവഴിച്ചിരിക്കുന്നത്. മറ്റ് 4,600 കോടി രൂപ എന്ന് പറയുന്നത് UP-യുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം പദ്ധതികൾ ക്ഷേത്ര നഗരിയുടെ പുനരുദ്ധാരണത്തിന് ലോകോത്തര നിലവാരത്തിലേക്ക് ആ നഗരിയെ മാറ്റുന്നതിന് ചെലവഴിക്കുകയാണ്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെതായി വന്ന പ്രതികരണം ലോകോത്തര നിലവാരത്തിലേക്ക് ക്ഷേത്ര നഗരിയെ കൈപിടിച്ചുയർത്തുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നത് ഉപമുഖ്യമന്ത്രിയുടെയും പ്രതികരണം ആ നിലയിലായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിനാണ് ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഒക്കെ ക്രെഡിറ്റ് ആ സംസ്ഥാനവും അതിന്റെ മുഖ്യമന്ത്രിയും നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണം അയോധ്യയിൽ ലഭിക്കുകയാണ്. ക്ഷേത്ര നഗരിയിൽ വലിയ രീതിയിലുള്ള ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് എത്തിയിരിക്കുന്നത്. 10,000-കണക്കിന് ജനങ്ങളാണ് റോഡിന് ഇരുവശവും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എത്തിയിരുന്നത്. ഇത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്, BJP ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കാണുന്നത് അയോധ്യയിൽ നിന്നുള്ള, ഉത്തർപ്രദേശിൽ നിന്നുള്ള
കാഴ്ചകളാണെങ്കിൽ ഇതേ ആവേശം രാജ്യത്തുടനീളം BJP പ്രവർത്തകർക്ക് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഭിക്കുകയാണ്. അവർ ആ രീതിയിൽ ഉത്സാഹഭരിതരാണ്. പുതിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP പ്രവർത്തകരെ ആകെ ഉണർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ഉദ്ഘാടന ചടങ്ങുകളെ മാറ്റുകയാണ് BJP ചെയ്തിരിക്കുന്നത്. ജനുവരി 22-നാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. അതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. ഈ ചടങ്ങ് ഒരു മിനി ഉദ്ഘാടന ചടങ്ങിന് എന്ന് വേണം നമ്മൾ കരുതാൻ, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങാണ്. അവിടെയാണ് ഇത്രയധികം ആവേശകരമായ സ്വീകരണം ക്ഷേത്ര നഗരി പ്രധാനമന്ത്രിക്ക് നൽകുന്നത് എന്ന് ഓർക്കുക. ഇതിലും വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അയോധ്യ എന്ന നഗരത്തിന്റെ രൂപം തന്നെ മാറ്റിയിരിക്കുന്നു. അതിന് കാരണക്കാരൻ പ്രധാനമന്ത്രിയാണ്. അതിന് നന്ദി അർപ്പിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതി, അതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ്. രേണുക, ഇപ്പോൾ പ്രധാനമന്ത്രി റെയിൽവേ സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മവും റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചിരിക്കുകയാണ്. ഇനി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് തന്നെയാണോ അദ്ദേഹം കടക്കുന്നത്? അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? കാരണം നേരത്തെ പറഞ്ഞതുപോലെ 12:15-നായിരുന്നു ഉദ്ഘാടനം പറഞ്ഞിരുന്നത്. റോഡ് ഷോയുടെ വലിയ ആവേശത്തിൽ അത് സമയം കുറച്ചുകൂടി മുന്നോട്ട് തള്ളിപ്പോയിരിക്കുന്നു. ഇനിയുള്ള ചടങ്ങുകൾ ഏത് രീതിയിലാണ്? അദ്ദേഹത്തിന്റെ സമയക്രമം ഇനി എങ്ങനെയായിരിക്കും? അശ്വതി, അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഫ്ലാഗ് ഓഫ്, വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ്, ഇത് രണ്ടുമാണ് ഏറ്റവും ഒടുവിൽ നടന്ന ചടങ്ങ്. മറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാണ് നിർവഹിക്കുക. ഈ അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രധാനമന്ത്രി പോവുക മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യാധാമിന്റെ ഉദ്ഘാടനത്തിനായി തന്നെയാണ്. അവിടേക്ക് ഉടൻ തന്നെ പ്രധാനമന്ത്രി എത്തും. 12:15-നാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ റോഡ് ഷോ വൈകി. അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങുകളുടെ സമയക്രമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകൾ കൂടി ഉണ്ട്. എന്തായാലും ഇന്ന് ഒരു വലിയ വിപുലമായ പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് അയോധ്യ ക്ഷേത്ര നഗരിയിൽ ഉള്ളത്. അതിൻ്റെ ക്രമമായ ഉദ്ഘാടന ചടങ്ങുകളുടെ ക്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വിമാനത്താവള ഉദ്ഘാടന ചടങ്ങ് നടക്കും. പ്രധാനമന്ത്രി അവിടേക്ക് എത്തും എന്നതാണ്. ഈ പ്രധാനപ്പെട്ട 2 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അദ്ദേഹം എന്ത് പറയുന്നു എന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് അയോധ്യ ക്ഷേത്ര നഗരി. ഒപ്പം തന്നെ രാജ്യവും ഈ വിഷയം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി കൂടി മാറുമ്പോൾ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ് ഏവരും. ശരി, അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെയും ട്രെയിനുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് അല്പസമയത്തിന് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ഇതിനു മുന്നോടിയായി അയോധ്യയിലൂടെ പ്രൗഢഗംഭീരമായ റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. ഇരുവശങ്ങളിലും വലിയ ആവേശത്തിലാണ് പ്രധാനമന്ത്രിയെ ജനങ്ങൾ ഇരുവശങ്ങളിലും കാത്തുനിന്ന് സ്വീകരിച്ചത്. വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം, ഒപ്പം ആധുനികവൽക്കരിച്ച റെയിൽവേ സ്റ്റേഷൻ അടക്കം വലിയ പദ്ധതികളാണ് ഇന്ന്. ആകെ 15,700 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുക. ഇതിൽ 11,100 കോടി വികസന പദ്ധതികൾ ഈ അയോധ്യയിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഉള്ളത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. MG രേണുക തുടരുന്നുണ്ട്. രേണുക, അയോധ്യയെ ഇത്രത്തോളം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണം അത് BJP അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? നേരത്തെ രേണുക പറഞ്ഞതുപോലെ എല്ലായിടങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് അയോധ്യയിലേക്ക് വളരെ വേഗത്തിലെത്താനും അത്രത്തോളം സുഖ സൗകര്യങ്ങൾ അവിടെ യാത്രയ്ക്ക് ശേഷം അവിടെ റെയിൽവേ സ്റ്റേഷനിലായാലും വിമാനത്താവളത്തിലായാലും എത്തിച്ചു നൽകുക എന്നതും ഒക്കെ വലിയ തന്ത്രമായി തന്നെ BJP പ്രയോജനപ്പെടുത്തുന്നു അവരുടെ ഭരണകാലത്ത്. തീർച്ചയായും അശ്വതി, അയോധ്യ എന്നത് BJPയുടെ എക്കാലത്തെയും ഒരു വിഷയമായിരുന്നു. ഇപ്പോൾ കോടതി വിധി കൂടി അനുകൂലമായ സാഹചര്യത്തിലാണ് അവിടെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതും അത് ആദ്യഘട്ടം പൂർത്തിയായി ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിന് വഴിവെക്കുന്നതും. ഈ അയോധ്യയെ
അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം. അതിന്റെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ ജനുവരി 22-നാണ് നടക്കുക. അതിന് മുന്നോടിയായി അതിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനാണ്. അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ. അത് 240 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പഴയ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. വളരെ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയാണ് ആ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോകോത്തര നിലവാരം എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തെവിടെയുള്ള ഒരാൾക്കും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ രാമക്ഷേത്രം കാണാൻ അയോധ്യയിലേക്ക് എത്തുക, അവർക്ക് അതിനു വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉയർത്തി നൽകുക എന്നതാണ് ഈ വികസന പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഏതാണ്ട് വിമാനത്താവള ടെർമിനലിന് സമാനമായ രീതിയിലാണ് അതിന്റെ അകത്തളങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു തീർത്ഥാടകന് ലോകത്തെവിടെ നിന്നുമായാലും അവിടെ റെയിൽവേ സംവിധാനം ഉപയോഗിച്ച് അവിടെ എത്തുകയാണെങ്കിൽ അവിടെ താമസിച്ച് അവിടെ നിന്ന് പൂജാദ്രവ്യങ്ങൾ ഉൾപ്പെടെ വാങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രാഥമിക ചികിത്സ നേടാൻ 24 മണിക്കൂറും അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഡോർമെറ്ററി സംവിധാനങ്ങൾ അത് വിവിധ വിഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ താമസിക്കുന്നതിനും ഭക്ഷണത്തിനായാലും യാത്രയ്ക്കായാലും ഈ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി 3 നിലകളിലായിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ലിഫ്റ്റുകളും എസ്കലേറ്റർ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പലവിധ സംവിധാനങ്ങളോടുകൂടി ആണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. അത് ഏതാണ്ട് വിമാനത്താവള ടെർമിനലിന് സമാനമായാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ, വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എന്ന എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ റെയിൽവേ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നവർക്കുള്ള യാത്രാ സംവിധാനങ്ങളും റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യവും ഒക്കെ വികസിപ്പിച്ചിരിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളമാണ്. അവിടെ ഏതാണ്ട് 2200 മീറ്റർ നീളത്തിലുള്ള റൺവേ സഹിതം ഒരുക്കിക്കൊണ്ട് 4 എയർക്രാഫ്റ്റുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള വിമാനത്താവളമാണ് ഒരുങ്ങുന്നത്. ആ വിമാനത്താവളം അതിൻ്റെ ഉൾവശമൊക്കെ രാമകഥകൾ ആലേഖനം ചെയ്യുന്ന ചിത്രങ്ങളും മറ്റും കൊണ്ട് വർണ്ണാഭമാക്കിയിരിക്കുകയാണ്. അവിടെയും ഈ രീതിയിലുള്ള വലിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ അവിടെ എത്തുന്ന യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുകയാണ്. ആ വിമാനത്താവളം അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് തീർത്ഥാടനത്തിനായി എത്തുന്ന തീർത്ഥാടകരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കിയിരിക്കുന്നു. ഇനി റോഡ് മാർഗം അവിടേക്ക് എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചാണെങ്കിൽ ഈ അയോധ്യ നഗരത്തിലെ റോഡുകളുടെ വികസനത്തിനായി തന്നെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഗതാഗത സംവിധാനങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് പ്രാഥമികമായി നടന്നിട്ടുള്ള കാര്യം. അതിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനായാലും വിമാനത്താവളമായാലും അതൊക്കെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു, തീർത്ഥാടകർക്ക് ആ നിലയിലുള്ള സൗകര്യങ്ങൾ നൽകുന്നു. ഇതൊക്കെ ഉറപ്പുവരുത്തുമ്പോഴും പൈതൃക നഗരം അതിൻ്റെ ആ രീതിയിലുള്ള സവിശേഷതകളിൽ ഒരു വീഴ്ചയും വരുത്തുന്നില്ല. അതിനോടൊപ്പം ഏറ്റവും നൂതന ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഒരു സംയോജനമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആ രീതിയിലാണ് അയോധ്യ നഗരം. 2 അമൃത് ഭാരത് ട്രെയിനുകൾ, മറ്റ് റെയിൽ പദ്ധതികൾ എന്നിവയും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. വളരെ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം അല്പസമയത്തിന് മുൻപ് നടന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ്. വളരെ വേഗം മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനായി അയോധ്യയിലെത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. വിമാനത്താവള മാതൃകയിൽ തീർത്തിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അയോധ്യാധാം എന്നാണ് അറിയപ്പെടുക. 3 നിലകളായുള്ള സ്റ്റേഷൻ കെട്ടിടത്തിൽ ഒരു നില മുഴുവൻ താമസ സൗകര്യം ഒരുക്കാനാണ് നീക്കിവച്ചിരിക്കുന്നത്. ഷോപ്പിംഗ് സെന്റർ,
ഇൻഫന്റ് കെയർ സെന്റർ, അത്യാധുനിക ക്ലോക്ക് റൂമുകൾ തുടങ്ങി നിരവധി സജ്ജീകരണങ്ങളാണ് ഇവിടെയുള്ളത്. അയോധ്യ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ജനുവരി 30-ന് അയോധ്യ വിമാനത്താവളവും തുറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും രാജ്യത്തിന് സമർപ്പിക്കുക. വന്ദേ ഭാരതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാർക്കായി അവതരിപ്പിക്കുന്ന അമൃത് ഭാരത് അതിവേഗ സ്ലീപ്പർ ട്രെയിനുകളുടെ സർവീസ് ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അയോധ്യ രാമക്ഷേത്ര മാതൃകയിൽ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അയോധ്യ ധാം എന്ന പുതിയ പേരിലായിരിക്കും അറിയപ്പെടുക. യാത്രക്കാർക്കായി അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യ ധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവള മാതൃകയിലാണ് സ്റ്റേഷനുള്ളത്. അയോധ്യ ജംഗ്ഷൻ സ്റ്റേഷന്റെ പേര് അയോധ്യ ധാം എന്നാക്കുമെങ്കിലും സ്റ്റേഷന്റെ കോഡിൽ മാറ്റം വരില്ല. AY എന്ന കോഡിൽ തന്നെയായിരിക്കും റിസർവേഷനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ശുപാർശ പരിഗണിച്ചാണ് പേരുമാറ്റം. 2 വർഷം കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് എന്ന റൈറ്റ്സിനായിരുന്നു ചുമതല. റെയിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് റൈറ്റ്സ്. റെയിൽവേയുടെ വൻകിട നിർമ്മാണങ്ങൾ റൈറ്റ്സാണ് നടത്തുന്നത്. രാജ്യത്ത് മറ്റു റെയിൽവേ സ്റ്റേഷനുകൾ സാധാരണമല്ലാത്ത അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യാധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ രാജ്യാന്തര നിലവാരത്തിൽ അമൃത് സ്റ്റേഷനുകളായി പുനർനിർമ്മിക്കുമ്പോൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ സൗകര്യങ്ങൾ അയോധ്യാധാമിൽ ഉണ്ടാകുമെന്ന് സാരം. 3 ഘട്ടങ്ങളിലായാണ് റെയിൽവേ സ്റ്റേഷൻ വികസനം പൂർത്തിയാക്കുക. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ശിശു പരിചരണ കേന്ദ്രമാണ് സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. കൊച്ചുകുട്ടികളുടെ ആരോഗ്യ പരിചരണത്തിന് മുഴുവൻ സമയ ഡോക്ടർമാരുടെ സേവനമടക്കം ഇവിടെ ഉറപ്പാക്കും. യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ വീഴ്ച മൂലമുള്ള പരിക്കുകളോ ഉണ്ടായാൽ വൈദ്യസഹായം തേടാനുള്ള സിക്ക് റൂമാണ് മറ്റു സജ്ജീകരണം. പാസഞ്ചർ ഫെസിലിറ്റീസ് ഡെസ്ക്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ എന്നിവ പൂർണ്ണ സമയവും പ്രവർത്തിക്കും. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക കാര്യങ്ങൾ, സമീപത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. 3 നിലകളിലായുള്ള സ്റ്റേഷന്റെ താഴത്തെ നിലയിലാണ് ഇവ രണ്ടും സജ്ജീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക ക്ലോക്ക് റൂം, കാത്തിരിപ്പ് കേന്ദ്രം, സ്റ്റെയർ കേസുകൾ, എസ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ എന്നിവയും വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ നിലകളിലും ഫയർ എക്സിറ്റുകളുമുണ്ട്. സ്റ്റേഷനിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്ന വിശാലമായ കോൺകോഴ്സ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതായിരിക്കും. 3 ഘട്ടങ്ങളും പൂർത്തിയായി കഴിയുമ്പോൾ 7200 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ളതായിരിക്കും കോൺകോഴ്സ്. അയോധ്യയിലെത്തുന്നവർക്ക് ട്രെയിൻ ഇറങ്ങിയാൽ താമസ സൗകര്യത്തിനും പുറത്തു പോകേണ്ടി വരില്ല. 1-ാം നിലയിൽ വിവിധതരം ഡോർമെട്രികൾ ഒരുക്കിയിട്ടുണ്ട്. വിശ്രമമുറികളുമുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ഡോർമെട്രികളുണ്ടാകും. AC മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. റെയിൽവേ ജീവനക്കാർക്കും പ്രത്യേകം സജ്ജീകരിച്ച വിശ്രമ താമസ സൗകര്യങ്ങൾ സ്റ്റേഷനിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 1-ാം നിലയിൽ തന്നെ ഫുഡ് പ്ലാസയും വെയിറ്റിംഗ് ഹാളും ഉണ്ടായിരിക്കും. ശൗചാലയങ്ങളും ഇവിടെ തന്നെയാണ്. യാത്രക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ചെറിയൊരു ഷോപ്പിംഗ് സെന്ററും ഇവിടെ ഉണ്ടാകും. താമസ സംവിധാനങ്ങളിലും ശൗചാലയങ്ങളിലും ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. രാമക്ഷേത്ര മാതൃകയിൽ തന്നെയാണ് റെയിൽവേ അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും. ക്ഷേത്രത്തിനായി ശിലകളെത്തിച്ച രാജസ്ഥാനിലെ ഭരത്പൂരിലുള്ള ബാൻസി പഹർപൂരിൽ നിന്നുള്ള ശിലകളാണ് സ്റ്റേഷന്റെയും വിമാനത്താവളത്തിൻ്റെയും നിർമ്മാണത്തിലും ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിൽ നിന്നും അയോധ്യാധാമിലേക്ക് നേരിട്ട് സർവീസ് ഉണ്ടാകും. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് എത്തുന്നവർക്കായി 1000 സർവീസുകൾ നടത്തും. ഡൽഹി ആനന്ദ് വിഹാറിൽ നിന്ന് പ്രത്യേക വന്ദേ ഭാരത് സർവീസുകളും നടത്തും. 100 ദിവസം ഈ സർവീസുകൾ തുടരും. മിക്ക സർവീസുകളും അതിനുശേഷവും ഉണ്ടാകുമെന്നാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മുംബൈ, ചെന്നൈ, ബംഗളൂരു, പൂനെ, കൊൽക്കത്ത, നാഗ്പൂർ, ലക്നൗ, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും ഭൂരിഭാഗം സർവീസുകളും. സംഘമായെത്തുന്ന വിശ്വാസികൾക്കായി ചാർട്ടർ ചെയ്ത ട്രെയിനുകളും റെയിൽവേ അനുവദിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ അയോധ്യയിലേക്ക് കൂടുതൽ ഓടിക്കാനാണ് റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത്. 1000-ലേറെ ട്രെയിനുകളിലായി ദശലക്ഷക്കണക്കിന് വിശ്വാസികളായിരിക്കും അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെത്തുക. യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ
റെയിൽവേ ജീവനക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാപ്പകൽ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലാണ്. അയോധ്യയിലെത്തുന്നവർക്ക് വിപുലമായ താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 10 സെറ്റുകളിലായി 10,000-കണക്കിന് പേർക്കാണ് വിവിധ ശ്രേണികളിലുള്ള മുറികൾ ഒരുക്കുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനം രാജ്യത്ത് തന്നെ ആദ്യമാണ്. ഇവിടെ ഭാരതീയ തനിമയുള്ള ഭക്ഷണ വിഭവങ്ങളും വിളമ്പും. ഇനി അയോധ്യയിലേക്ക് വിശ്വാസികളുടെയും സഞ്ചാരികളുടെയും പ്രവാഹമായിരിക്കും. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിക്കുന്നതോടെ രാമക്ഷേത്രം കാണാനും ദർശനം നടത്താനും എത്തുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധമുള്ള സജ്ജീകരണങ്ങളാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഒരുക്കുന്നത്. അയോധ്യപുരിയിൽ നിരവധി ഹോട്ടലുകളും 10 സിറ്റികളും ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ തനിമയുള്ള ഭക്ഷണ വിഭവങ്ങൾ വിളമ്പാനും വരുന്നവർക്ക് സുഖകരമായ താമസമൊരുക്കാനും ഇവർ മത്സരിക്കുകയാണ്. അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നേരിട്ട് തന്നെ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് 10 സിറ്റികൾ പൂർത്തിയായത്. സരയൂ നദിക്കരയിൽ വരെ താമസത്തിന് അവസരം നൽകുന്നതാണ് ഇവ. ശ്രമഫലമായി സരയൂ നദിക്കരയിൽ താമസിക്കാനുള്ള അവസരവും സജ്ജമായി. അയോധ്യയിൽ ഒരുക്കുന്ന 10 സിറ്റികൾ പുതിയൊരു പരീക്ഷണമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അയോധ്യപുരി ഒരുങ്ങുന്നത്. നഗരം എങ്ങനെയാകണമെന്ന ആശയം ആവിഷ്കരിച്ചതും നിർദ്ദേശങ്ങൾ നൽകിയതും യോഗിയാണ്. അയോധ്യയുടെ ആധ്യാത്മിക ചൈതന്യം പൂർണ്ണമായി അനുഭവിക്കാനാവുന്ന തരത്തിൽ പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നഗരവികസനത്തിൽ നടപ്പാക്കിയത്. അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ 10 സിറ്റികളിൽ ഡബിൾ ഒക്യുപ്പൻസി ലക്ഷറി സെമി ലക്ഷറി സ്യൂട്ടുകളാണ് തയ്യാറായിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർ സന്ദർശനത്തിനെത്തിയാലും താമസ സൗകര്യത്തിനായി ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്നാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി പറയുന്നത്. ന്യൂ ഗ്രാൻഡ് അയോധ്യയിലേക്ക് തീർത്ഥാടക സഹസ്രങ്ങളെ ഊഷ്മളമായി വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അയോധ്യയിലെത്തും. രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22-നാണെങ്കിലും ജനുവരി 16 മുതൽ വിശ്വാസികളെയും സന്ദർശകരെയും അയോധ്യയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അയോധ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ശ്രീ റാം മന്ദിർ തീർത്ത് ക്ഷേത്ര ട്രസ്റ്റും അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് 10 സിറ്റികൾ ഒരുക്കുന്നത്. മജാഗുപ്തർ ഘട്ടിൽ 20 ഏക്കറിൽ ആണ് ഒരു 10 സിറ്റി ഒരുങ്ങുന്നത്. ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ താമസിപ്പിക്കാനാകും. ബ്രഹ്മകുണ്ടിൽ 35 ടെന്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. രാംകഥാ പാർക്കിൽ 30 ടെന്റുകളുടെ മറ്റൊരു 10 സിറ്റിയും ഒരുങ്ങുന്നുണ്ട്. ബാഗ് ബൈജൻസിയിൽ റാം മന്ദിർ തീർത്ത് ക്ഷേത്ര ട്രസ്റ്റ് 25 ഏക്കറിലാണ് 10 സിറ്റി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെയും ആയിരക്കണക്കിന് പേർക്ക് താമസ സൗകര്യം ഉണ്ടാകും. കർസേവക്പുരം, ശ്രീ മണിറാം ദാസ് ചാവ്നി എന്നിവിടങ്ങളിലെല്ലാം ജനുവരി ആദ്യവാരത്തോടെ 10 സിറ്റികൾ പൂർത്തിയാകും. ഇവിടെയെല്ലാം ഭാരതീയ ഭക്ഷണ പാരമ്പര്യം വിളിച്ചോതുന്ന വിഭവങ്ങളായിരിക്കും വിളമ്പുക. 10 സിറ്റികളിൽ ഹെറിറ്റേജ് കോട്ടേജ് സ്റ്റേ ഫീൽ നൽകാനാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പദ്ധതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ വിഭവങ്ങളും ഇവിടെ ലഭിക്കും. ഓരോ സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് അവരുടെ നാട്ടിലെ ഭക്ഷണം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. അവധി, ബനാറസ് രീതിയിലെ ഭക്ഷണത്തിനായിരിക്കും പ്രാമുഖ്യം. അയോധ്യയിലെത്തുന്നവർ ആ നാടിന്റെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇത്. ബ്രഹ്മകുണ്ടിലെയും രാംകഥാ പാർക്കിലെയും 10 സിറ്റികൾ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പൂർത്തിയാക്കിയത്. ഡിസംബർ 1-ന് ബ്രഹ്മകുണ്ടിലെ 10 സിറ്റി പ്രവർത്തന സജ്ജമായിരുന്നു. നിലവിൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം കാണാനെല്ലാമായി എത്തിയ ചിലർ ഇവിടെ താമസിക്കുന്നുണ്ട്. മില്ലറ്റ് ഡിഷുകളും റോട്ടികളും അടക്കമുള്ള ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. കശ്മീരി വിഭവമായ മാക്കി കി റോട്ടി, സാർസോം കാ സാഗ് എന്നിവയും ബജ്ര റോട്ടിയും അയോധ്യയിലെ തനത് ഡിഷുകളും ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ഓരോ 10 സിറ്റിയിലും ലഭ്യമാക്കും. പലതരം ടെന്റുകളാണ് ഓരോ സിറ്റിയിലുമുള്ളത്. നിലവാരത്തിനനുസരിച്ചാണ് ചാർജ്. ഇന്റീരിയറും മറ്റ് സൗകര്യങ്ങളും ഓരോ തിരക്കിനനുസരിച്ചും പ്രത്യേകമായി തയ്യാർ ചെയ്തതാണ്. മരത്തടിയിൽ തീർത്ത ടെന്റുകളാണ് പലതും. കസേരകൾ, സോഫകൾ, ഡൈനിങ് ലോഞ്ചുകൾ, റൂം ഹീറ്ററുകൾ, AC-കൾ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് എന്നിവ ടെന്റുകളിലുണ്ട്. ഓപ്പൺ എയർ തിയേറ്റർ അടക്കമുള്ള പല സംവിധാനങ്ങളും 10 സിറ്റികളിലുണ്ട്. ക്ഷേത്ര ദർശനത്തിനും സന്ദർശനത്തിനും വരുന്നവർക്ക് വിനോദത്തിനായി നിരവധി സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. 10 വർഷം വരെ സുഗമമായി ഉപയോഗിക്കാവുന്ന വിധമാണ് ഓരോ ടെന്റും നിർമ്മിക്കുന്നത്.
അയോധ്യ വലിയ അത്ഭുതങ്ങളാണ് ഓരോ സന്ദർശകർക്കായും ഒരുക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ അയോധ്യയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ടുതന്നെ സന്ദർശകർ എത്തും മുമ്പ് അയോധ്യാപുരി പൂർണ്ണമായി സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. പഴയതെല്ലാം മറന്നിക്കൂ. കെപിസിസി നേതൃയോഗത്തിന് തുടക്കം. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ നയിക്കുന്ന കേരള പര്യടനമായ സമരാഗ്നിക്ക് ജനുവരി 21-ന് കാസർഗോഡ് നിന്ന് തുടക്കമാകും. കെപിസിസി അധ്യക്ഷൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതിനാൽ 4 പേർക്കാണ് മുന്നൊരുക്കങ്ങളുടെ ചുമതല. അതിനിടെ പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് AI ഗ്രൂപ്പുകൾ ദീപാദാസ് മുൻഷിയെ അറിയിച്ചു. ഡാൻ കുര്യൻ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ നവകേരള സദസ്സിന് ബദലായി ജനുവരി 21 മുതൽ സമരാഗ്നിയുമായി കോൺഗ്രസും രംഗത്തെത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾക്ക് പുറമെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അടക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് KPCCയുടെ നേതൃയോഗം ഇന്ദിരാഭവനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ AICC പ്രതിനിധി എന്ന ചുമതല ഏറ്റെടുത്ത ദീപാദാസ് മുൻഷിക്ക് പുറമെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ, AK ആന്റണി തുടർന്ന മുതിർന്ന നേതാക്കളും കെ സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കം നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പുനഃസംഘടന പൂർത്തിയാക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്ന വിമർശനം AI ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ ദീപാദാസ് മുൻഷിയെ നേരിൽ കണ്ട് അറിയിച്ചതായാണ് വിവരം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എത്രയും പെട്ടെന്ന് തർക്കങ്ങൾ പറഞ്ഞു പരിഹരിച്ച് സ്ഥാനാർത്ഥി നിർണയം അടക്കം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നേതൃയോഗത്തിൻ്റെ പരിഗണനയിലുള്ളത്. അതോടൊപ്പം KPCC അധ്യക്ഷൻ നാളെ അമേരിക്കയിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ഈ സമരാഗ്നിക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിക്കുന്ന കാര്യം അടക്കം നേതൃയോഗത്തിൻ്റെ പരിഗണനയിലുണ്ട്. ദീപാദാസ് മുൻഷി യോഗത്തിൽ എടുക്കുന്ന നിലപാടുകളും നിർണായകമാകുമെന്ന് തന്നെയാണ് വിവരം. ഏറ്റെടുത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ന്യൂസ് 8-നോട്. എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനാണ് ശ്രമം. വനിതാ പ്രാതിനിധ്യത്തിനും യുവ പ്രാതിനിധ്യത്തിനും അർഹമായ പരിഗണന നൽകും. രാമക്ഷേത്ര വിഷയത്തിൽ പ്രതികരണത്തിനില്ലെന്നും ദീപാദാസ് മുൻഷി പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ കേരളത്തിന്റെ ചുമതലയുള്ള പുതിയ AICC ജനറൽ സെക്രട്ടറിയായി നിയമിതയായ ദീപാദാസ് മുൻഷി ന്യൂസ് 8-നോട് ഒപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഓക്കെ, High-Command has given you a special assignment as a representative of AICC for Kerala. What's your first priority when Lok Sabha election is heading towards us? Obviously, this is my first visit after I got this responsibility. It's a huge challenge. It's a big challenge for me because last time we won 19 seats and out of 20. So it is how to retain those 19 seats. That's the biggest challenge. And also, there is always been said that Kerala is a stronghold of Congress, and here we are fighting left. I have also in Bengal the same kind of situation was earlier, and we used to fight against left. So basically, from the political viewpoint, Bengal and Kerala are almost similar. Bengal obviously not now, earlier Bengal, and Kerala is still fighting. Apart from what you are saying, Kerala is for the ever history of Kerala. The left government is again retained their power for second time. Yes. For the last 7 years, continuously left government is ruling in Kerala. Then they are saying that they have a face to show the society that they have a single face as the CM candidate. But in Congress, it's not like that. In any way, you will take any initiative for creating a single face for avoiding the confusion of the voters.
Look, now politics is different than earlier. In Himachal also we didn't put any face in the front. In Karnataka also there was no projected chief minister. Just now we have finished Telangana. I was there as senior observer, and there was no face. So it is not mandatory that there should be a face, because if party is strong, if our idealism is strong, if we are fighting unitedly, obviously face doesn't matter. Whether you take any special initiative for women representation and representation of youngsters in the Lok Sabha election from Kerala? It is throughout nationally we are looking for that, the representation of women and youth. So it should be there also reflected. Until and unless we make a decision that we will repeat the same MP. If it is that, then obviously the sitting MP generally we never replace if there is no special reason. So if it is that, then it should be. But you know, in Kerala there are a lot of young youth MLAs. So I'm hoping that yes, the next line of leadership has been already established here in Kerala. Okay, one last question. In the Ram Temple issue, in the respect of Congress leaders also, there are two opinions. Some are saying that we should accept the invitation by the Prime Minister of India, and others are neglecting it. In your personal opinion, will you accept the invitation of PM? You are asking me as a party. As a party, yes, our party is yet to finalize, and as an individual, I don't want to give any comment since I'm representing our party. So as soon as the party decision will come, we will definitely let all of you know. Thank you for joining with us. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ എന്ത്